ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റി ട്യൂട്ടോറിയൽ പറയുന്ന പല എക്സർസൈസും ഹാക്കിംഗ് ടെക്നിക്സും ട്രൈ ചെയ്ത് നോക്കാനും ടെസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ നമ്മളിന്ന് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. സൈബർ സെക്യൂരിറ്റി വേൾഡിലെ പല ടെക്നിക്കുകൾ പഠിക്കാനും സ്വന്തമായിട്ട് എക്സ്പ്ലോയിറ്റുകൾ എഴുതി ഉണ്ടാക്കാനും സേഫായിട്ട് ഒരിടത്ത് ട്രൈ ചെയ്ത് നോക്കാനും നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വിർച്വൽ കമ്പ്യൂട്ടർ വഴി നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് കമ്പ്യൂട്ടർ വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടർ മാത്രം മതി. നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നതും ഹാക്കിംഗ് എക്സസൈസ് ചെയ്യുന്നതെല്ലാം ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കാലി ലിനക്സ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ കാലി ലിനക്സ് ആണെങ്കിൽ ഈ സീരീസിൽ പറയുന്ന എക്സസൈസ് എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു വെക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങളുടെ കമ്പ്യൂട്ടർ വിൻഡോസ് 10 ആണ്, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ഏതെങ്കിലും OS ആണ്, അല്ലെങ്കിൽ ലിനക്സിൻ്റെ കാലി ലിനക്സ് അല്ലാത്ത വേറെ ഏതെങ്കിലും OS ആണെന്ന് വെച്ചോളൂ, ഫോർ എക്സാമ്പിൾ ഉബുണ്ടു ആണെന്ന് വെച്ചോളൂ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യാതെ തന്നെ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന എൻ്റെ മെയിൻ കമ്പ്യൂട്ടറാണ്. ഇത് ഒരു 16 GB RAM ഉള്ള 1 TB ഹാർഡ് ഡിസ്ക് ഉള്ള ഒരു വിൻഡോസ് 10 കമ്പ്യൂട്ടറാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സസ് ഷെയർ ചെയ്തുകൊണ്ട് വിർച്വൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിനെ ഹോസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ റിസോഴ്സസ് ഷെയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന വിർച്വലൈസേഷൻ ടെക്നോളജി എന്ന് പറയുന്നൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വിർച്വൽ കമ്പ്യൂട്ടേഴ്സിനെ ഗസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മളിപ്പോൾ മെയിൻ കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് റാമും കുറച്ച് ഹാർഡ് ഡിസ്കും അതുപോലെ കുറച്ച് ഹാർഡ്വെയർ റിസോഴ്സ് എടുത്തിട്ട് ഒരു കാലി ലിനക്സിൻ്റെ മെഷീൻ ഉണ്ടാക്കാൻ പോവുകയാണ്, ഒരു വിർച്വൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ആദ്യം നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വിർച്വൽ ബോക്സ് എന്ന് ഗൂഗിൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരെണ്ണം കണ്ടില്ലായിരുന്നു, ഒറാക്കിൾ VM വിർച്വൽ ബോക്സ്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഡൗൺലോഡ് വിർച്വൽ ബോക്സ് 6.1ലേക്ക് പോവുക. ഇനി ഇവിടെ നിങ്ങളുടെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, നിങ്ങളുടെ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, അതിനനുസരിച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ വിൻഡോസ് ആയതുകൊണ്ട് ഞാനിവിടെ വിൻഡോസ് സെലക്ട് ചെയ്യുകയാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിർച്വൽ ബോക്സിൻ്റെ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ആവാൻ തുടങ്ങുന്നു. ഓക്കെ, ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഓൾറെഡി വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എൻ്റെ ഇൻസ്റ്റലേഷൻ കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു വിൻഡോ വരും. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ 2 ഓപ്ഷൻസ് ഇവിടെ കാണത്തില്ല. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു കാലി ലിനക്സ് അതുപോലെ ഒരു വിൻഡോസ് 10 PC ആണ്. അത് ഓൾറെഡി റണ്ണിങ് ആണ്. കണ്ടില്ലേ, ഈ കാണുന്നത് കാലി ലിനക്സും ഈ കാണുന്നത് വിൻഡോസ് 10 ആണ്. എൻ്റെ മെയിൻ വിൻഡോസ് 10 കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന 2 വിർച്വൽ മെഷീൻസാണ് ഈ കാണുന്നത്. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് രണ്ടും ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മെഷീൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇതിനകത്ത് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നു. വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമുള്ള റാമും അതുപോലെ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസും എന്തൊക്കെ ഹാർഡ്വെയർ റിസോഴ്സസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് നെറ്റ്വർക്കിംഗ് എങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ഡിസ്ക് ഡ്രൈവ് ഉണ്ടാക്കിയിട്ട് കാലി ലിനക്സിൻ്റെ CD ഇതിനകത്തേക്ക് മൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കാലി ലിനക്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഡൗൺലോഡ് ബട്ടൺ കണ്ടില്ലായിരുന്നു, ഇത് ക്ലിക്ക് ചെയ്യുക. ഇനി വിർച്വൽ മെഷീൻസ്, നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും, ഇവിടെ വിർച്വൽ മെഷീൻസ് എന്ന് പറയുന്നൊരു സംഭവം കാണുന്നുണ്ടല്ലേ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, വിർച്വൽ മെഷീൻ ഡോക്യുമെൻറ്റേഷൻ്റെ താഴെയായിട്ട് നമുക്ക് ആർക്കിടെക്ചർ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടെ കണ്ടില്ലായിരുന്നു, നമ്മൾ 64 ബിറ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു വിർച്വൽ ബോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടില്ലായിരുന്നു, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ആവാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാലി ലിനക്സിൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം കാലി ലിനക്സിൻ്റെ ഒരു OVA ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. OVA ഫയൽ എന്ന് വെച്ചാൽ Oracle Virtual Box Appliance.
ഈ OVA ഫയൽ ഡൗൺലോഡ് ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ മാനുവൽ ഇൻസ്റ്റാളേഷൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. എല്ലാം സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള OSും അതുപോലെ ഇൻസ്റ്റാളേഷൻ സമയത്തുള്ള റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ കോൺഫിഗറേഷനും എല്ലാം ഇതിനകത്ത് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും OVA ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഏത് OSൻ്റെ തന്നെ ആണെങ്കിലും OVA ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ഡൗൺലോഡ് ചെയ്ത് വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിക്കുക. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ OVA ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി Oracle VM വിർച്വൽ ബോക്സ് മാനേജർ എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഈ കാലയിൽ നെക്സിൻ്റെ ഒരു വിർച്വൽ മെഷീൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട് അപ്ലയൻസ് കണ്ടില്ലേ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്രൗസ് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമ്മുടെ OSൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. കണ്ടില്ലേ, ഇത് യൂസ് ചെയ്യുന്നത് 2 GB RAM ആണ്. അതുപോലെ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ താഴെ കണ്ടില്ലായിരുന്നോ മെഷീൻ ബേസ് ഫോൾഡർ. ഇത് ഈ ഒരു വിർച്വൽ മെഷീൻ്റെ ബേസ് ഫോൾഡറാണ് ചോദിക്കുന്നത്. തൽക്കാലം ഞാനിത് മാറ്റുന്നില്ല. ഓക്കെ, എന്നിട്ട് ഈ ഇമ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഗ്രി. ഇപ്പോൾ ഈ ഒരു OVA ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഒരു പുതിയ വിർച്വൽ മെഷീനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഒരുപാട് ഇടുന്നതായിരിക്കും. ഓക്കെ, അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പുതിയൊരു വിർച്വൽ മെഷീൻ വന്നു കണ്ടില്ലേ, കാലയിൽ നെക്സ്റ്റ് 2021.4. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത കാലയിൽ നെക്സിൻ്റെ വിർച്വൽ മെഷീൻ. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടില്ലായിരുന്നു, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു വിൻഡോ വന്നില്ലായിരുന്നോ, ഇതിനകത്ത് നമ്മുടെ വിർച്വൽ മെഷീൻ ലോഡായി വരുന്നതായിരിക്കും. സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് നെറ്റ്വർക്കിങ്ങും ലിനക്സും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി വേൾഡിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു ലിനക്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ നെറ്റ്വർക്കിങ്ങും ഈ ഒരു ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിനക്സും നെറ്റ്വർക്കിങ്ങും എല്ലാം ഫെമിലിയർ ആണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല പക്ഷേ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെറ്റ്വർക്കിൻ്റെയും ലിനക്സിൻ്റെയും ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള കോഴ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് കണ്ടിട്ട് തിരിച്ച് ഈ കോഴ്സിലേക്ക് വരിക. കണ്ടില്ലേ, കാലയിൽ നെക്സ്റ്റ് 2021.4ൻ്റെ ലോഗിൻ സ്ക്രീനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഡീഫോൾട്ട് യൂസർ നെയിമും പാസ്വേഡ് എന്ന് പറയുന്നത് KALI എന്നാണ്. രണ്ടും കാലിയാണ്. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ മാക്സിമൈസ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ശരിക്കും ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ ഇല്ലേ. നമ്മുടെ വിൻഡോസ് 10 മെഷീനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു വിർച്വൽ മെഷീനാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഈ ഒരു വിർച്വൽ മെഷീൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഹാക്കിംഗ് എക്സസൈസും സൈബർ സെക്യൂരിറ്റി പറ്റിയെല്ലാം പറയുന്നതും ഡെമോ കാണിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും എല്ലാം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ശരിക്കും ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണല്ലേ. ശരിക്കും ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റിയും ഇതിനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫയർഫോക്സ് ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, നെറ്റ് ആക്സസും ഉണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസിനും ഒരു IP അഡ്രസ്സ് കാണുമെന്ന്. അപ്പോൾ ഇതിനും ഒരു IP അഡ്രസ്സ് കിട്ടേണ്ടതല്ലേ. നമുക്കിതിൻ്റെ IP അഡ്രസ്സ് ഒന്ന് നോക്കിയാലോ. നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ifconfig എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, ഇവിടെ ഇതിനൊരു പ്രൈവറ്റ് IP കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു വിർച്വൽ മെഷീനും ഒരു IP അഡ്രസ്സ് കിട്ടുന്നുണ്ട്. ഇത് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഇൻ്റർനെറ്റും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ഡേറ്റ പാക്കറ്റ്സ് പോകുന്നത് ഈ ഒരു മെഷീനിലൂടെ നമ്മുടെ ഹോസ്റ്റ് മെഷീനിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. ഇതൊരു സെപ്പറേറ്റ് മെഷീൻ പോലെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി
ഇവിടെ നമുക്ക് ചെറിയൊരു കാര്യം കൂടെ നോക്കാറുണ്ട്. ഇതിൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 10.0.2.15 ആണല്ലേ. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 192.168.0.111 ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് കമ്പ്യൂട്ടറും രണ്ട് നെറ്റ്വർക്കിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിനെ, നമ്മുടെ വിർച്വൽ മെഷീനെ ഹോസ്റ്റ് മെഷീൻ്റെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പരിപാടി ചെയ്യണം. അതിനുമുമ്പ് ഇവിടെ ഈ ഒരു ബോക്സ് കണ്ടില്ലായിരുന്നു, ഒരു ഐക്കൺ പോലെ. ഇത് ശരിക്കും എതർനെറ്റ് പോർട്ടിൻ്റെ ഒരു പടമാണ്, ഒരു ഐക്കണാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് കണക്ഷനായിട്ട് വയർഡ് കണക്ഷൻ 1 എന്ന് പറയുന്നൊരു കണക്ഷൻ ഉണ്ടല്ലേ. ഈ വയർഡ് കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗസ്റ്റ് മെഷീൻ ഹോസ്റ്റ് മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻ്റർഫേസാണ്. ഓക്കെ, ഈ ഒരു ഇൻ്റർഫേസ് ഇപ്പോൾ വേറൊരു നെറ്റ്വർക്ക്, ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്കായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ കമ്പ്യൂട്ടർ ഇരിക്കുന്ന നെറ്റ്വർക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ മെഷീൻ എന്ന് പറയുന്നൊരു മെനു കണ്ടില്ലായിരുന്നോ, അതിൽ സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ നെറ്റ്വർക്ക്, ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ അഡാപ്റ്റർ 1ൻ്റെ താഴെ ഇവിടെ അറ്റാച്ച് ടു നാറ്റ് എന്ന് കണ്ടില്ലായിരുന്നോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രിഡ്ജ്ഡ് അഡാപ്റ്റർ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഈ ഒരു കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വയർഡ് കണക്ഷൻ സെലക്ട് ചെയ്ത് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് IP അഡ്രസ് ഒന്നുകൂടെ നോക്കാം. ഇവിടെ കണ്ടില്ലേ, inet 192.168.0.181 നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? വിർച്വലൈസേഷൻ എന്താണെന്ന് പഠിച്ചു, വിർച്വൽ ബോക്സ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കാലി ലിനക്സിൻ്റെ വിർച്വൽ മെഷീൻ ഉണ്ടാക്കാനും പഠിച്ചു. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പറയുക. നമ്മൾ അതിന് വേണ്ടി ഒരു പ്രത്യേക വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം.